ഹലോ ഗൈസ്, ഫൈനലി ഇറ്റ്സ് April 11th. ഇന്നാണ് മലയാളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് അവൈറ്റഡ് സിനിമയായ വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നത്. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്തെ തമ്പാനൂരിലെ ന്യൂ തിയേറ്ററിൽ വെച്ചാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഇറങ്ങിയ മുതൽക്ക് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കാരണം വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒരു പേര് മാത്രം മതി നമുക്കൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ എന്നുള്ളത് അദ്ദേഹം പല കുറി അടിവരയിട്ട് തെളിയിച്ചാണ്. അതേപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ സിനിമയും വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു 3 പേരില്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ലായിരുന്നു. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി. ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ചെയ്യില്ലായിരുന്നു എന്നാണ് ആള് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ 3 പേരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പ്രണവും ധ്യാനം നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടതാണ്. അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ വർക്കൗട്ട് ആയത് അതേപോലെ തന്നെയാണ് സിനിമയിലും വന്നിരിക്കുന്നത്. അല്ലെ, ദാസനും വിജയനും എന്നുള്ളതിന് പകരം മുരളിയും വേണുവും എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ കോംബോ. ഈ സിനിമയില് ഈ ഒരു കോംബോന്റെ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ സിനിമ തികഞ്ഞ പരാജയമായെന്നെ. കാരണം അത്രയ്ക്ക് നന്നായി ബലിപ്പിക്കാനുള്ള കുറെ സീനുകൾ ഈ ചിത്രത്തിനുള്ളിലുണ്ട്. ആൻഡ് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസ് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ഇമോഷൻസ്, കോമഡീസ് ആൻഡ് അവരുടെ ഇടയിലുള്ള തർക്കങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് വിനീത് ശ്രീനിവാസിന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ദ മാൻ കോൾഡ് നിവിൻ പോളി, അദ്ദേഹത്തിന്റെ കംബാക്ക് ആഫ്റ്റർ ലവ് ആക്ഷൻ ഡ്രാമ, അദ്ദേഹത്തിന്റെ ആ ട്രാക്കിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞ പോലെ നിവിൻ ചേട്ടന് ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് അദ്ദേഹത്തിന് അല്ലാണ്ട് മറ്റാരെ കൊണ്ടും പറ്റില്ല എന്ന് ഒന്നുകൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ. ആൻഡ് ബാക്കിയുള്ള കാസ്റ്റ് എടുത്ത് നോക്കിയാൽ ബേസിൽ ജോസഫ്, അദ്ദേഹത്തിന് കിട്ടിയ സീൻസിലൊക്കെ അദ്ദേഹം മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. ധ്യാൻ ചേട്ടനും ബേസിലേട്ടനും തമ്മിലുള്ള ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ പറഞ്ഞത് അവരുടെ ആ കോമ്പിനേഷൻ സീൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത് YG മഹേന്ദ്ര എന്ന് പറയുന്ന സ്വാമിനാഥൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച അദ്ദേഹം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ റീബ്രാൻഡിങ് ഷാൻ റഹ്മാന്റെ പാട്ടുകൾ നമ്മൾ കേട്ടതാണ്. കുറെ പാട്ടുകൾ ഇപ്പോ അദ്ദേഹം തന്നെ ചെയ്ത കാറ്റുമൂളിയോ, ആ പാട്ടൊക്കെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയം ഈ സിനിമയിലെ ആ ക്യാരക്ടർ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ കാസ്റ്റും, പിന്നെ നീത പിള്ളൈ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ് എന്ന വ്യക്തി, അജു വർഗീസിന്റെ 2-3 സീനുകൾ അടിപൊളിയാണ്. മൊത്തത്തിൽ എല്ലാ ക്യാരക്ടർ, വന്നവനും നിന്നവനും പോയവനും ഒക്കെ അടിയോടടിയാണ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് മ്യൂസിക് ഡയറക്ടർ അമൃത് രാംനാഥ്. വിനീതേട്ടന്റെ സിനിമയിലെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ആദ്യം ഷാൻ റഹ്മാൻ ആണ് കുറെ സിനിമകളിൽ മ്യൂസിക് ചെയ്തത്. ഹൃദയത്തില് ഹെഷാം ആയിരുന്നു. ആൻഡ് ഇൻ വർഷങ്ങൾക്ക് ശേഷം വി ഹാവ് എ ന്യൂ മ്യൂസിക് ഡയറക്ടർ വിച്ച് ഇസ് അമൃത് രാംനാഥ്. എല്ലാ പാട്ടുകളും ജ്ഞാപകം എന്ന പാട്ടാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്, പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ മധുപകരു, ജീവിതഗാഥകളെ, എല്ലാ പാട്ടുകളും പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു താങ്ക് എവ്രി ക്രൂ ആൻഡ് കാസ്റ്റ് മെമ്പേഴ്സ് ഫോർ ദിസ് വണ്ടർഫുൾ പീസ് ഓഫ് മൂവി. സോ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് തന്നെ കൈയടിച്ച് ആർപ്പ് വിളിച്ച് കാണേണ്ട ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ആൻഡ് വീണ്ടും മോളിവുഡ് സീൻ മാറ്റും വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ. താങ്ക് യു.